ഹലോ ഹായ് എല്ലാവർക്കും ലെനിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ജൂൺ മാസത്തിലെ ജോലി സാധ്യതകളെ കുറിച്ചിട്ടാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അതായത് 34 PSC പരീക്ഷകൾ ഓഗസ്റ്റിൽ നടക്കാൻ പോവുകയാണ്. HST, ഡ്രൈവർ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉൾപ്പെടെ അതുപോലെ തന്നെ SI ഉൾപ്പെടെ 34 PSC എക്സാമുകളാണ് ഓഗസ്റ്റിൽ നടക്കാൻ പോകുന്നത്. ജൂൺ 11 വരെ കൺഫർമേഷൻ നൽകാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ PSC ഹാസ് പബ്ലിഷ് ദ എക്സാം കലണ്ടർ ഫോർ ഓഗസ്റ്റ്. 34 എക്സാംസ് വിൽ ബി കണ്ടക്ടഡ് ഇൻ ഓഗസ്റ്റ്. ഓഗസ്റ്റ് മാസത്തിലും 34 എക്സാമുകളാണ് നടക്കാനായിട്ട് പോകുന്നത്. ജൂൺ 11 വരെ കൺഫർമേഷൻ നൽകാവുന്നതാണ്. ഓഗസ്റ്റിൽ പരീക്ഷ നടക്കുന്ന പ്രധാന തസ്തികകൾ ഏതൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ ഹൈസ്കൂൾ ടീച്ചർ മലയാളം, സാൻസ്ക്രിറ്റ്, നാച്ചുറൽ സയൻസ്, തമിഴ്, ഉറുദു, ഫിസിക്കൽ സയൻസ്, ഹിന്ദി, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് തുടങ്ങി. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഇൻ വാട്ടർ അതോറിറ്റി, അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇൻ യൂണിവേഴ്സിറ്റീസ്, HSST കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ, ആർമഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ മെയിൻ എക്സാം, ഡ്രൈവർ ഇൻ 24 കാറ്റഗറീസ്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഇൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ തുടങ്ങി 34 എക്സാമുകളാണ് PSC നടത്താൻ പോകുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എപ്പോഴാണ്? ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 11-നാണ്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പുതിയ ഒരു അപ്ഡേറ്റ്, അതായത് ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ 24 കാറ്റഗറികളിൽ ഡ്രൈവറിന്റെ വേക്കൻസീസ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാം നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് 23-നാണ്. അപ്ലിക്കൻസ് 94,970 ആണ്. ഏതൊക്കെയാണ് വേക്കൻസീസ് ഉണ്ടായിരുന്നത്? ഡ്രൈവർ ഗ്രേഡ് 2 HDV, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് HDV ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്, ഡ്രൈവർ ഗ്രേഡ് 2 LDV, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് LDV, ഫോറസ്റ്റ് ഡ്രൈവർ ഇൻ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് department, driver cum office attendant LMV in company corporation board, driver cum office attendant medium heavy passenger goods vehicle in company corporation board, driver grade 2 HDV in NCC military welfare department. അപ്പോൾ total of 94,970 people have applied for all the post. എല്ലാ പോസ്റ്റിനും ഇത്രയും പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരേ ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് വിവിധ തസ്തികകളിൽ പൊതുവായിട്ട് അപേക്ഷ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ അപേക്ഷകർ 60,000-ന് താഴെ വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത് കേട്ടോ. അപ്പൊ ആ കാര്യങ്ങളാണ്. ഡ്രൈവർ കാറ്റഗറിയിൽ ഡ്രൈവറായി എക്സാം നടക്കുന്നത് ഓഗസ്റ്റ് 23-നാണ്. അതിന് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഒക്കെ കഴിഞ്ഞായിരുന്നു അല്ലെ. അതിനെക്കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി നമ്മൾ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തന്നെ ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നുള്ളതിൽ 5 ലക്ഷം പേരാണ് ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് കേട്ടോ. അസിസ്റ്റന്റ് സെയിൽസ്മാനിൽ 5.27 ലക്ഷം പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇതിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ ഓഗസ്റ്റിൽ നടത്തുമെങ്കിലും തീയതി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. 14 ജില്ലകളിലായിട്ട് 5,27,274 പേരാണ് 14 ജില്ലകളിലായിട്ട് അപേക്ഷ നൽകിയിട്ടുള്ളത്. ഇവരെ കൺഫർമേഷൻ നടപടി പൂർത്തിയായ ശേഷം മാത്രമാണ് തീയതി തീരുമാനിക്കുകയുള്ളൂ. ജൂൺ 11 വരെയാണ് കൺഫർമേഷൻ ഉള്ളത്. അപ്പൊ ഇപ്പോഴും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജൂൺ 11 വരെ കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. The assistant salesman exam at the Civil Supply Corporation will be held in August, but the date has not been decided. A total of 5,27,274 people across 14 districts have applied. The confirmation is till June 11. Okay. ഇനി അതുപോലെ തന്നെ ആരൊക്കെയാണ് ഏതൊക്കെ ജില്ലകളിൽ ആരൊക്കെയാണ് അപ്ലൈ ചെയ്തത് അവരുടെ എണ്ണം പറയുകയാണെങ്കിൽ those who applied in various districts ഏതാണ്? തിരുവനന്തപുരത്ത് എത്ര പേരാണ്? 87,496 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. കൊല്ലം 51,618 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. പത്തനംതിട്ടയിൽ 17,846 അതുപോലെ തന്നെ ആലപ്പുഴയിൽ 35,646 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. കോട്ടയം 23,715 പേരാണ്. ഇടുക്കി എത്രയാണ്? 16,752 പേരാണ്. എറണാകുളം 42,715 പേരാണ് അപ്ലൈ ചെയ്തത്. തൃശ്ശൂര് 34,174 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പാലക്കാട് 49,240, മലപ്പുറം 46,789, കോഴിക്കോട് 53,962, വയനാട് 15,200, കണ്ണൂർ
34,244. കാസർഗോഡ് 17,877 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇനിയും അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് അവർ നീട്ടിയിട്ടുണ്ട്, ജൂൺ 11 വരെ ആക്കിയിട്ടുണ്ട്. എക്സാം ഡേറ്റ് നമ്മൾ പറഞ്ഞല്ലോ, ഡ്രൈവറിന്റെ എക്സാം ഡേറ്റ് ഓഗസ്റ്റ് 23 പറഞ്ഞു. ഇത് ഓഗസ്റ്റിൽ തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. എന്നാൽ എന്താണ് ഡേറ്റ് വന്നിട്ടില്ല. കാര്യം ഇപ്പോഴും കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് കഴിയാത്ത കാരണമാണ് ഡേറ്റ് വരാത്തത് കേട്ടോ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ നമ്മൾ ഡ്രൈവർ പറഞ്ഞു, അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി HST അതായത് 9 വിഷയങ്ങളില് HST 9 സബ്ജക്ട് എത്ര പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്? 73,386 അപ്ലിക്കൻസ് ആണുള്ളത്. മലയാളം, സംസ്കൃത്, നാച്ചുറൽ സയൻസ്, തമിഴ്, ഉറുദു, ഫിസിക്കൽ സയൻസ്, ഹിന്ദി, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് ഓൺ വേരിയസ് ഡേറ്റ്സ് ഫ്രം ഓഗസ്റ്റ് 1 to 20. അതായത് 9 വിഷയങ്ങളിലെ ഹൈസ്കൂൾ ടീച്ചർ പരീക്ഷയാണ് ഓഗസ്റ്റിൽ നടത്താൻ പോകുന്നത്. മലയാളം, സംസ്കൃതം, നാച്ചുറൽ സയൻസ്, തമിഴ്, ഉറുദു, ഫിസിക്കൽ സയൻസ്, ഹിന്ദി, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് വിഷയങ്ങളിലെ പരീക്ഷയാണ് ഓഗസ്റ്റ് 1 മുതൽ 20 വരെ ആയിരിക്കും നടത്താൻ പോകുന്നത് കേട്ടോ. എല്ലാ വിഷയങ്ങളിലുമായിട്ട് 73,386 പേരാണ് അപേക്ഷ നൽകിയിട്ടുള്ളത്. എത്രയാണ്? എ ടോട്ടൽ ഓഫ് 73,386 കാൻഡിഡേറ്റ്സ് ആണ് എല്ലാ സബ്ജക്റ്റിനും കൂടി ടോട്ടൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് HST ഫിസിക്കൽ സയൻസിനാണ്. എത്രയാണ്? 20,742 പേരാണ്. ഏറ്റവും കുറവ് വന്നിട്ടുള്ളത് ഉറുദുവിനാണ്. എത്രയാണ്? 147 പേരാണ് കേട്ടോ. ഉറുദുവിനാണ് എത്ര പേരാണ്? 147 പേര് മാത്രമാണ് ഉറുദുവിന് അപ്ലൈ ചെയ്തിട്ടുള്ളത്. മോർ ദാൻ 10,000 കാൻഡിഡേറ്റ്സ് ഹാവ് അപ്ലൈഡ് ഫോർ നാച്ചുറൽ സയൻസ്, മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ്. അല്ലെ, 10,000-ൽ കൂടുതൽ ആൾക്കാരാണ് ഈ സബ്ജക്ട് നാച്ചുറൽ സയൻസ്, മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് എന്നുള്ള വിഷയങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പം 9 വിഷയങ്ങളിലെ ഹൈസ്കൂൾ ടീച്ചർ പരീക്ഷയാണ് ഓഗസ്റ്റിൽ നടത്താൻ പോകുന്നത്. മലയാളം, സംസ്കൃതം, നാച്ചുറൽ സയൻസ്, തമിഴ്, ഉറുദു, ഫിസിക്കൽ സയൻസ്, ഹിന്ദി, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് വിഷയങ്ങളിലെ പരീക്ഷയാണ് ഓഗസ്റ്റ് 1 മുതൽ 20 വരെയുള്ള വിവിധ തീയതികളിലായിട്ട് നടത്താനായിട്ട് പോകുന്നത്. എല്ലാ വിഷയങ്ങളിലുമായിട്ട് 73,386 പേരാണ് അപേക്ഷ നൽകിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ അപേക്ഷകളുള്ളത് HST ഫിസിക്കൽ സയൻസിനാണ്, 20,742 പേര്. ഏറ്റവും കുറച്ച് അപേക്ഷകളുള്ളത് HST ഉറുദുവിലാണ്, 147 പേരാണ്. നാച്ചുറൽ സയൻസ്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ 10,000-ലധികം പേര് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? HST, ഡ്രൈവർ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, SI ഉൾപ്പെടെ 34 PSC പരീക്ഷകൾ ഓഗസ്റ്റിൽ നടക്കാൻ പോവുകയാണ്. ജൂൺ 11 വരെ കൺഫർമേഷൻ നൽകാവുന്നതാണ്. ഓഗസ്റ്റിലെ പരീക്ഷാ കലണ്ടർ PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 34 പരീക്ഷകളാണ് ഓഗസ്റ്റിൽ നടക്കാനായിട്ട് പോകുന്നത്. അപേക്ഷകർക്ക് ജൂൺ 11 വരെ കൺഫർമേഷൻ നൽകാവുന്നതാണ്. അതിൽ നമ്മൾ ഏതൊക്കെ തസ്തികകളിലാണ്? PSC ഹാസ് പബ്ലിഷ് ദ എക്സാം കലണ്ടർ ഫോർ ഓഗസ്റ്റ് അല്ലേ നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് പറഞ്ഞത്? 34 എക്സാമുകളാണ് നമ്മൾ പറഞ്ഞു. ലാസ്റ്റ് ജൂൺ 11 പറഞ്ഞു. വേക്കൻസീസ് ഏതൊക്കെയാണ്? ഏതൊക്കെ തസ്തികകളിലാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്? ഹൈസ്കൂൾ ടീച്ചർ മലയാളം, സംസ്കൃത്, നാച്ചുറൽ സയൻസ്, തമിഴ്, ഉറുദു, ഫിസിക്കൽ സയൻസ്, ഹിന്ദി, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് തുടങ്ങിയവയിൽ. അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഇൻ വാട്ടർ അതോറിറ്റി, അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇൻ യൂണിവേഴ്സിറ്റീസ്, HSST കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സബ് ഇൻസ്പെക്ടർ, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ മെയിൻ എക്സാം നടക്കുന്നത് ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റ് 23 ഡ്രൈവറിന്റെ 24 കാറ്റഗറിയിലെ ഡ്രൈവർ പൊതുപരീക്ഷ ഓഗസ്റ്റ് 23 നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഡ്രൈവർ ഇൻ 24 കാറ്റഗറീസ് അതിന്റെ പൊതുപരീക്ഷ നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് 23 അതില് 94,970 അത്രയും പേരാണ് അതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് അല്ലെ. അത് ഏകദേശം ചിലപ്പോൾ 60,000 താഴെയാകും. സെയിം കാറ്റഗറിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന് ഏകദേശം 60,000 താഴെ ആകാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഇൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എന്നിവയാണ് തുടങ്ങി ഒരുപാട് എക്സാമുകൾ അല്ലെ, ഒരുപാട് എക്സാമുകൾ ഓഗസ്റ്റിൽ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് കഴിയാത്ത എക്സാമുകൾ ഉണ്ടെങ്കിൽ വേഗം അപ്ലൈ ചെയ്യുക. കാര്യം അത്രയും വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ HST 9 വിഷയങ്ങളിലാണ് HST എക്സാമും ഓഗസ്റ്റിലാണ് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താ പറയുന്നത്? അസിസ്റ്റന്റ് സെയിൽസ്മാനിൽ 5 ലക്ഷം പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിന്റെ പരീക്ഷ തീയതി മാത്രമാണ് വരാതിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു.
ഇന്നത്തെ കാര്യങ്ങൾ നിങ്ങൾക്കുള്ള ഒരു ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതുപോലെയുള്ള ഡെയിലി അപ്ഡേറ്റ്സ് നമ്മൾ തരാറുണ്ട് കേട്ടോ. പേപ്പർ നോക്കിയിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് യൂണിവേഴ്സിറ്റി സൈറ്റുകൾ നോക്കിയിട്ടും PSC സൈറ്റുകളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള അപ്ഡേറ്റ്സും അപ്ലോഡ്സും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കരിയർ അപ്ഡേറ്റ്സ്, ജോബ് അപ്ഡേറ്റ്സ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.